Students, welcome to Green Life channel. Now today we are going to discuss about the different responses of the human beings or such type of animals. The responses by the stimulus we studied in the earlier parts. So now let's study about the different type of responses, and it contain what are the many reactions like reflex actions, reflex arc, etc. ഇന്ന് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായത്തിലുള്ള വ്യത്യസ്തമായ പ്രതികരണ രീതികളെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് പെട്ടെന്ന് ഒരു തേനീച്ച അല്ലെങ്കിൽ ഒരു കടന്നൽ വന്നു ചേരുന്നു. ആ കുട്ടി പെട്ടെന്ന് തെന്നി മാറുന്നു. ഒരു പയ്യൻ മുള്ളിൽ ചവിട്ടുന്നു. കാലിൽ മുള്ള് തറച്ച ഉടൻ തന്നെ കുട്ടി കാല് പൊന്തിക്കുന്നതായിട്ട് കാണുന്നു. ആ രീതിയിലുള്ള രണ്ട് ചിത്രങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നേരത്തെ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ അത് തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചിത്രം 1.5 ഒന്നാമത്തെ അധ്യായത്തിൽ ഇത് കാണിക്കുന്നത് കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ ഏത് രീതിയിലായാലും പ്രതികരണങ്ങൾ കാണിക്കാൻ കാരണക്കാരൻ ഏതോ ഒരു അവസ്ഥയുണ്ട്. ഇവിടെ മുള്ളിൽ ചവിട്ടിയതുകൊണ്ടാണ് ആ കുട്ടി കാൽ പിൻവലിച്ചത്. കടന്നൽ അല്ലെ തേനീച്ച വന്നതുകൊണ്ടാണ് ആദ്യത്തെ കുട്ടി തെന്നിമാറിയത്. ഈ രണ്ട് ഉദാഹരണങ്ങളും എടുത്ത് നമുക്ക് മുന്നിൽ നിരത്തിയിട്ട് ശാസ്ത്രം നമ്മോട് പറയുകയാണ് റെസ്പോൺസസുകൾ ഉണ്ടാവുന്ന രീതിയെക്കുറിച്ച് അവർ കാണിച്ചു തരുന്നു. The accidental and involuntary responses towards stimuli are called reflex action. ഇത് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പെട്ടെന്നുണ്ടാവുന്ന, ആകസ്മികമായി ഉണ്ടാവുന്ന, അനൈച്ഛികമായി ഉണ്ടാവുന്ന പ്രതികരണങ്ങൾ, ഇതൊക്കെ ഏതെങ്കിലും ഒരു സ്റ്റിമുലൈ ഉദ്ദീപനം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരം ഉദ്ദീപനങ്ങളെയാണ് റിഫ്ലക്സ് ആക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ളതിൻ്റെ മലയാളം അങ്ങനെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആക്സിഡൻ്റൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന, ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ അനൈച്ഛികം, റെസ്പോൺസസ് പ്രതികരണം, സ്റ്റിമുലൈ നേരത്തെ നമ്മൾ പഠിച്ചു ഉദ്ദീപനമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്ദീപനം മൂലം പെട്ടെന്ന് അനൈച്ഛികമായി ഉണ്ടാകുന്ന, നമ്മളോട് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ല, അവിടെ നേരത്തെ കണ്ട നമ്മൾ ആ ചിത്രത്തിൽ കണ്ട പോലെ ആ കുട്ടി കാൽ പിൻവലിച്ചത് മറ്റൊന്നും പെട്ടെന്ന് ആരോ പറഞ്ഞു കൊടുത്തിട്ടല്ല. തേനീച്ച വന്നപ്പോൾ പെട്ടെന്ന് പിന്മാറിയത് ആരും പഠിപ്പിച്ചു വിട്ടതല്ല. അപ്പോൾ ആ ആക്സിഡൻ്റലാണ്, പെട്ടെന്നുണ്ടായതാണ്, അനൈച്ഛികമായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല. അപ്പോൾ ഇൻവോളണ്ടറി ആയി ആക്സിഡൻ്റൽ ഉണ്ടാവുന്ന ഇത്തരം മൂവ്മെൻറ്റ്സിനെയാണ്, ഇത്തരം ചലനങ്ങളെയാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ബോധപൂർവമായിരിക്കില്ല പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. ദേ ഡു നോട്ട് ഹാപ്പൻ കോൺഷ്യസ്ലി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ എങ്ങനെയൊക്കെയാണ് റിഫ്ലക്സ് ആക്ഷൻസ് നടക്കുന്നത് എന്നുള്ളൊരു ചിത്രമുണ്ട്. ആ ഒരു ചിത്രം ഇടയ്ക്ക് ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നതിനൊക്കെയായി പലവിധ പരീക്ഷകളിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ ചിത്രം നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഇലസ്ട്രേഷൻ 1.9 ഇവിടെ പറയുന്നത് ഒരു തീയാണ് ഇവിടെ സ്റ്റിമുലൈ ആയിട്ട് കാണിച്ചത്. സ്റ്റിമുലസ് എന്ന് പറയുന്നത്, ഉദ്ദീപനം എന്ന് പറയുന്നത് തീ ആണ്. അപ്പോൾ തീ വെച്ചു, ആ തീയുടെ അടുത്ത് ഒരു കൈ, ആ കയ്യിൽ തീ പെട്ടെന്ന് കൈ എടുത്ത് തീയിലേക്ക് സ്പർശിക്കുകയാണെങ്കിൽ അവിടെ നിന്നും സ്വീകരിക്കുന്ന ആളെ വിളിച്ച പേരെന്തായിരുന്നു? ആവേഗങ്ങൾ നിർമ്മിക്കപ്പെടുന്ന റിസപ്റ്റേഴ്സിലെ സന്ദേശങ്ങളായിട്ട് രൂപപ്പെടുന്ന ആ ഒരു പരിപാടി നമ്മൾ പഠിച്ചതാണ്, ജനറേഷൻ ഓഫ് ഇമ്പൾസസ്.
ആവേഗങ്ങളുടെ നിർമ്മാണം. അപ്പോൾ അങ്ങനെയുള്ള ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണിത് റിസപ്റ്റേഴ്സ്. യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീയുടെ അടുത്തേക്ക് ആ കൈ വിരലിൽ പോയി തൊടുന്നു. അവിടെ റിസപ്റ്റേഴ്സ് എന്ത് ഉണ്ടാക്കുന്നു? ഇമ്പൾസസിനെ ജനറേറ്റ് ചെയ്യുന്നു. യെസ്, റിസപ്റ്റർ ജനറേറ്റ്സ് ഇമ്പൾസസ്. കൈകളിലൂടെ സെൻസറി ന്യൂറോൺ ക്യാരീസ് ഇമ്പൾസ് ടു ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിലേക്ക് പെട്ടെന്ന് ഈ സന്ദേശങ്ങളെ കൊണ്ടുപോകുന്നത് സെൻസറി ന്യൂറോണുകളാണ്. അവരുടെ ഡ്യൂട്ടിയാണ് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക്, സുഷുമ്നയിലേക്ക് ആവേഗങ്ങളെ, സന്ദേശങ്ങളെ, മെസ്സേജസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അവ ഇമ്പൾസുകളായിട്ട് റിസപ്റ്ററിൽ ഫോം ചെയ്യുന്നു, നിർമ്മിക്കപ്പെടുന്നു. പിന്നീട് അതിനെ നമ്മുടെ പെട്ടെന്നുണ്ടാവുന്നതായതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ ആവശ്യമായ രീതിയിൽ സ്പൈനൽ കോഡാണ് അതിന് കൂടുതൽ ഉപകാരങ്ങൾ നൽകുന്നത്. തലച്ചോറിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ കൂടി പെട്ടെന്ന് ആകസ്മികമായ ആക്സിഡൻ്റലായിട്ട്, അതേപോലെ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്ന പെട്ടെന്നുണ്ടാവുന്ന ചലനങ്ങളെ ഡീൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ സുഷുമ്ന അഥവാ സ്പൈനൽ കോഡിൻ്റെ ധർമ്മത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ സെൻസറി ന്യൂറോണുകളാണ് ഈ റിസപ്റ്ററിൽ നിന്നുണ്ടാവുന്ന ഇമ്പൾസിനെ സ്വീകരിച്ച് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന റൂട്ട് ആരോ മാർക്കിൽ കാണിച്ചിട്ടുണ്ട്. ആ സെൻസറി ന്യൂറോണുകൾ അവസാനം എത്തിച്ചേരുന്നത് നമ്മുടെ സുഷുമ്നയുടെ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയ്ക്കകത്തേക്ക് എത്തിച്ചേരുന്നു. അവിടെ പുതിയൊരു ന്യൂറോണിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സുഷുമ്നയ്ക്കുള്ളിൽ ആ ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ഭാഗത്ത് ഇൻ്റർ ന്യൂറോൺ എന്ന് പറയുന്ന ഒരു ന്യൂറോൺ ഉണ്ട്. സുഷുമ്നയിലേക്ക് ആവേഗങ്ങളെ, ഇമ്പൾസുകളെ കടത്തിക്കൊണ്ടു പോകുന്നത് സെൻസറി ന്യൂറോണുകളാണ്, സംവേദനാഡികളാണ്. ആ സംവേദനാഡികളെ സുഷുമ്നയിലെത്തിച്ച് സ്പൈനൽ കോഡിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും പ്രേരക നാഡിയിലേക്ക് അഥവാ മോട്ടോർ ന്യൂറോണിലേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ അവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച പോലെയാണ് നമ്മുടെ ഇൻ്റർ ന്യൂറോണിനെ അവിടെ കാണപ്പെടുന്നത്. ദ ന്യൂറോൺ ദാറ്റ് കണക്ട്സ് ദ സെൻസറി ന്യൂറോൺ ആൻഡ് ദ മോട്ടോർ ന്യൂറോൺ ജനറേറ്റ്സ് ക്വിക്ക് റെസ്പോൺസസ് അക്കോർഡിംഗ് ടു ദ സെൻസറി ഇമ്പൾസസ്. അപ്പോൾ അവിടെ സംവേദമായിട്ട് വരുന്ന, സെൻസറി ആയിട്ട് വരുന്ന മെസ്സേജുകളെ എത്രയും പെട്ടെന്ന് സെൻസറി ന്യൂറോണിൽ നിന്നും സ്വീകരിച്ച് മോട്ടോർ ന്യൂറോണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഇൻ്റർ ന്യൂറോണിൻ്റെ ഫങ്ഷൻ, ധർമ്മം. ആ ഇൻ്റർ ന്യൂറോൺ പെട്ടെന്ന് തന്നെ സെൻസറി ന്യൂറോണിലൂടെ വരുന്ന ഈ ഇമ്പൾസുകളെ മോട്ടോർ ന്യൂറോണിന് കൈമാറുന്നു. അങ്ങനെ മോട്ടോർ ന്യൂറോൺ ഈ ആവേഗങ്ങളുമായിട്ട്, ഈ ഇമ്പൾസുകളുമായിട്ട് നമ്മുടെ എഫക്റ്റ് ചെയ്യേണ്ട കൈകളിലേക്ക് പോകുന്നു. മോട്ടോർ ന്യൂറോൺ ക്യാരീസ് ദ ഇൻഫർമേഷൻ ഫ്രം സ്പൈനൽ കോഡ് ടു റിലേറ്റഡ് മസിൽ. അപ്പോൾ നമ്മുടെ കൈകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ കൈയാണ് തീയിൽ സ്പർശിച്ചത്, കൈ വിരലാണ്. അതേ കൈകളിലേക്ക് തന്നെയാണ് അതിൻ്റെ പ്രതികരണം പോവേണ്ടതും. എന്നാൽ മാത്രമേ ആ കൈക്ക് പിൻവലിക്കാൻ പറ്റൂ, അല്ലാതെ കാലിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ ഇവിടെ ചെയ്യുന്ന വർക്ക് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റിസപ്റ്റർ സ്വീകരിക്കുന്നു, അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇമ്പൾസുകൾ, സെൻസറി ന്യൂറോൺ അതിനെയും കൊണ്ട് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് എത്തുന്നു. സ്പൈനൽ കോഡ് ഇൻ്റർ ന്യൂറോണിൻ്റെ സഹായത്തോടു കൂടി അത് മോട്ടോർ ന്യൂറോണിന് കൈമാറുന്നു. മോട്ടോർ ന്യൂറോൺ അതിനെ സ്വീകരിച്ച് എവിടെയാണോ ആ ഒരു മസിലുള്ളത് ആ മസിലിലേക്ക് അതിൻ്റെ ഇൻഫർമേഷൻ, അതിൻ്റെ മെസ്സേജ്, ഇമ്പൾസുകൾ പാസ് ചെയ്യുന്നു. ക്യാരീസ് ദ ഇൻഫർമേഷൻ ഫ്രം സ്പൈനൽ കോഡ് ടു റിലേറ്റഡ് മസിൽ. അതാണ് അവിടെ ഇൻ്റർ ന്യൂറോണിൻ്റെ സഹായത്തോടു കൂടി മോട്ടോർ ന്യൂറോണിലേക്ക് എത്തുന്നു. മോട്ടോർ ന്യൂറോണാണ് ആ വർക്ക് ചെയ്യുന്നത്. അവസാനം സംഭവിക്കുന്നത് ദ റിലേറ്റഡ് മസിൽ വിഡ്രോസ് ദ ഹാൻഡ് ബൈ ആക്ഷൻ ഓഫ് ദ മസിൽസ്. അപ്പോൾ മസിൽസിൻ്റെ ചെറിയൊരു ആക്ഷൻ കൊണ്ട് ആ ഒരു ഹാൻഡ് തന്നെ ആ ഒരു ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്യാൻഡിലിൽ നിന്നും കൈ പിൻവലിക്കുന്നു. ഇതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്ന പരിപാടിയാണ്. ഇത് പലപ്പോഴായിട്ട് ഫ്ലോ ചാർട്ടിൽ ചോദിച്ചിട്ടുണ്ട്. വളരെ ഈസിയാണ്. റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിമുലൈ ഉണ്ടാവുന്നതിനപ്പുറം അവിടെ നിന്ന് ഇമ്പൾസുകൾ ഉണ്ടാവുന്നു, തിരിച്ച് കൈ പിൻവലിക്കുന്നു.
അത്രയും നേരത്തെ ഈ പരിപാടികൾ മൊത്തമായിട്ട് ഒരു ഫ്ലോ ചാർട്ടായിട്ട് പല സമയങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സഞ്ചാരപാത അറിയപ്പെടുന്നത്, ഈ ഒരു പാത്വേ ഓഫ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ഈസ് നോൺ ആസ് റിഫ്ലക്സ് ആർക്ക്. ഓക്കെ, ഈ ഒരു സഞ്ചാരപാതയെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക്. റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു സ്റ്റിമുലൈ കാരണം ഇമ്പൾസ് ഉണ്ടാകുന്നു, പ്രതികരണം ഉണ്ടാകുന്നു. ഇതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ട് നോക്കുക. റിസപ്റ്റർ അവിടെ ജനറേറ്റ് ചെയ്യുന്നു, സെൻസറി ന്യൂറോൺ അതിനെയും കൊണ്ടുപോകുന്നു. അവസാനം നമ്മുടെ സുഷുമ്നയിൽ സ്പൈനൽ കോഡിൽ ഇൻ്റർ ന്യൂറോണിൻ്റെ ഹെൽപ്പ് കൊണ്ട് സെൻസറി ന്യൂറോണിൽ നിന്നും മോട്ടോർ ന്യൂറോണിലേക്ക് ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. റിലേറ്റഡ് മസിലിലേക്ക് അതിൻ്റെ ഇൻഫർമേഷൻ എത്തുന്നു, അവിടെ നിന്നും കൈ പിൻവലിക്കുന്നു. ഇത്രയും കറക്റ്റായിട്ടുള്ള ആ ഒരു സഞ്ചാരപാത റിഫ്ലക്സ് ആർക്ക് എന്ന് അറിയപ്പെടുന്നു. റിഫ്ലക്സ് ആക്ഷൻ മൊത്തത്തിലുള്ള ഈ ഒരു പ്രവർത്തനത്തെയാണ് റിഫ്ലക്സ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓർമ്മിക്കുക, വളരെ കൂടുതലായിട്ട് പരീക്ഷകളിൽ ചോദിച്ച ഇതിൻ്റെ ഫ്ലോ ചാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പേജിലുള്ള ഈ 16-ാമത്തെ പേജിൽ നിങ്ങൾക്ക് 17-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്ത് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഇതിനെ തെറ്റിപ്പോവാതെ നിങ്ങൾക്ക് വളരെ വൃത്തിയിൽ നല്ല ആകർഷണീയമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ റിഫ്ലക്സ് ആർക്ക് ഈസ് ദ പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ ദ റിഫ്ലക്സ് ആക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്പൈനൽ കോഡ് ആക്ട് ആസ് ദ സെൻറ്റർ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ. ശരിക്കും സ്പൈനൽ കോഡാണ് ഇതിൻ്റെ സെൻറ്ററായിട്ട് അറിയപ്പെടുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ആകസ്മികമാണ്, ആക്സിഡൻ്റലാണ്, ഇൻവോളണ്ടറി ആണ് എന്നൊക്കെ പറഞ്ഞു. മെയിൻലി സ്പൈനൽ കോഡ് ആക്ട് ആസ് ദ സെൻറ്റർ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ ആൻഡ് സച്ച് റിഫ്ലക്സസ് ആർ കോൾഡ് സ്പൈനൽ റിഫ്ലക്സസ്. ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് നോൺ ആസ് സ്പൈനൽ റിഫ്ലക്സസ്. അപ്പോൾ നമ്മൾ സ്പൈനൽ കോഡാണ് ഇത്രയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്പൈനൽ റിഫ്ലക്സസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സുഷുമ്നയുടെ പ്രതികരണമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് തന്നെ എന്താണ്? സ്പൈനൽ റിഫ്ലക്സ് എന്നാണ്. പക്ഷേ ഓൾ റിഫ്ലക്സസ് ആർ നോട്ട് അണ്ടർ ദി കൺട്രോൾ ഓഫ് സ്പൈനൽ കോഡ്. എല്ലാം സ്പൈനൽ കോഡിൻ്റെ കൺട്രോൾ കൊണ്ടൊന്നുമല്ല നടക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഫോർ എക്സാമ്പിൾ ഡോണ്ട് വി ബ്ലിങ്ക് അവർ ഐസ് വെൻ ലൈറ്റ് സഡൻലി ഫാൾസ് ഓൺ അവർ ഐസ് ഓർ വെൻ ഒബ്ജക്ട്സ് മൂവ് ടുവേർഡ്സ് ദം. അപ്പോൾ നമ്മൾ കണ്ണിലേക്ക് ഒരാൾ ജസ്റ്റ് ഒരു കൈ വിരൽ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ. അപ്പോൾ ഈ ഇതേപോലെ തന്നെ പെട്ടെന്നൊരു ലൈറ്റ് വരികയാണെങ്കിൽ കണ്ണ് നമ്മൾ പൂട്ടിപ്പോകുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഇത് സ്പൈനലല്ല, ഇത് സെറിബ്രലാണ്. സെറിബ്രൽ റിഫ്ലക്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ കൂടുതലും എന്താണ്? സ്പൈനൽ റിഫ്ലക്സുകളാണ് നടക്കുന്നത്. പക്ഷേ എല്ലാം അണ്ടർ കൺട്രോൾ ഓഫ് സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ റിഫ്ലക്സ് ആക്ഷൻ. അപ്പോൾ സെറിബ്രൽ റിഫ്ലക്സ് എന്ന് പറയുന്നതും സ്പൈനൽ റിഫ്ലക്സ് എന്ന് പറയുന്നത് രണ്ടും എന്ത് തന്നെയാണ്? റിഫ്ലക്സ് ആക്ഷൻ തന്നെയാണ്. സച്ച് റിഫ്ലക്സസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സെറിബ്രം ആർ കോൾഡ് സെറിബ്രൽ റിഫ്ലക്സ്. ഓക്കെ, it is advisable to lift up people quickly by holding them arms and legs or an accident. When aspects related to spinal cord are to be taken care of while attending injured persons. ഡിസ്കസ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ചെറിയ ചെറിയ വർക്കുകളാണ്. അപ്പോൾ നമ്മളൊരു പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻ്റൽ കേസുകളിലൊക്കെ നമ്മൾ ഇടപെടേണ്ട രീതിയെക്കുറിച്ചൊക്കെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. റിഫ്ലക്സ് ആക്ഷനെ കുറിച്ചാണ് ഇതിൽ കൂടുതലായിട്ട് പറയുന്നത്. താങ്ക് യു.